ഇതിൽ അവസാനം പറഞ്ഞ വാഹനങ്ങളെ ബാധിക്കും എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവായിട്ട് എനിക്കും വായിച്ചപ്പോൾ മനസ്സിലായത്. പിന്നീട് വന്നത് ഈ നിതിൻ ഗഡ്കരിയുടെ മക്കൾക്ക് ഉള്ള ബന്ധത്തെക്കുറിച്ച്. ഏതോ നിലക്ക് അവരത് ഇങ്ങനൊരു പോളിസി ചേഞ്ച് വരികയാണെന്ന് അറിഞ്ഞിട്ട് അവർ അത്തരം കമ്പനികൾ നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന മറ്റുള്ള വിമർശം ഈ പറയുന്ന ഒഫീഷ്യൽ ഭാഗത്തു നിന്നൊന്നുമല്ല, പക്ഷേ അത്തരം ഒരു വിമർശം എല്ലായിടത്തും സജീവമായിട്ടുണ്ട്. ഇതിനകത്ത് എഥനോൾ ഉപയോഗിക്കുന്നുണ്ട് ലോകരാജ്യങ്ങളല്ല. അപ്പോൾ ബ്രസീൽ ലോകത്തിലെ ഏറ്റവും വലിയ എഥനോൾ ഉൽപ്പാദകനും ഇത് 1970 തൊട്ട് തന്നെ അവർ വാഹനങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. 20% മുതൽ 27% വരെ എഥനോൾ കലർന്ന പെട്രോൾ അവിടെ സാധാരണമാണ്. അമേരിക്ക മിക്ക സംസ്ഥാനങ്ങളിലും 10% എഥനോൾ, നമ്മുടെ ഇപ്പോഴും 10% ഉണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ 85% വരെ എഥനോൾ ഉപയോഗിക്കുന്നുണ്ട് എന്നും ഞാൻ കണ്ടു. ഇന്ത്യയിൽ ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. യൂറോപ്പിലെ രാജ്യങ്ങൾ ഫ്രാൻസ്, ജർമ്മനി, സ്വീഡൻ, ഫിൻലാൻഡ്, പോളണ്ട് ഈ എഥനോളിൻ്റെ പല വേർഷൻ കലർന്ന പെട്രോൾ സാധാരണമാണ്. ചൈന വലിയ തോതിൽ എഥനോൾ കലർത്തൽ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. തായ്ലൻഡ്, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, വിയറ്റ്നാം, അങ്ങനെ പല രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ദക്ഷിണാഫ്രിക്ക പലരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഒരു പോളിസി ചേഞ്ച് എന്ന നിലയ്ക്ക് ഇത് പൂർണ്ണമായിട്ട് നിഷേധിക്കാവുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് വേണം മറുപടി പറയാൻ. പ്രധാനപ്പെട്ട കാര്യം പക്ഷേ നമ്മുടെ വാഹനങ്ങൾ ഇത്രയും കാലം ഈ എഥനോൾ ഇല്ലാത്ത പെട്രോൾ ഉപയോഗിച്ചാണ് പോയത്. ഇപ്പം ഞാനും ഹർഷനൊക്കെ അടക്കം ആളുകൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന, നമ്മുടെ സാധാരണ മനുഷ്യർ ഉപയോഗിക്കുന്ന, നമ്മളെപ്പോലുള്ള ആളുകളെല്ലാം ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കകത്ത് ഇത് വന്നാൽ പ്രശ്നമാകും. അങ്ങനെ ഒരു പോളിസി ചേഞ്ചിന് വേണ്ട ഒരു മുന്നൊരുക്കം നമ്മൾ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിലാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ളത്. അതിലാണ് നമ്മുടെ പ്രശ്നം. ഇപ്പോൾ പണ്ട് നോട്ട് നിരോധനമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പോളിസി ചേഞ്ച് വരികയാണെങ്കിൽ അതിന് വേണ്ടി പൊതുജനങ്ങളെ അവരുടെ കുറേ കാലമായിട്ടുള്ള സ്വത്ത് വകകളെ ബുദ്ധിമുട്ടിലാക്കാതെ വേണം അത് നടപ്പാക്കാൻ എന്നൊരു ജാഗ്രത കേന്ദ്ര സർക്കാർ കാണിക്കേണ്ടതല്ലേ എന്ന ചോദ്യം വരുമ്പോൾ അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ളത്. ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത് ഭക്ഷ്യവസ്തുക്കൾക്ക് ഇത് എങ്ങനെ ബാധിക്കും. ഇപ്പോൾ കരിമ്പ് ഒക്കെ ഇതിന് പല സംഗതികൾ വേണമല്ലോ. അത് ഈ നമ്മുടെ ഭക്ഷ്യോൽപ്പന്നങ്ങളായിട്ട് മനുഷ്യർക്ക് കഴിക്കാൻ വേണ്ട സംഗതികളെ ഇത്തരം കച്ചവടത്തിലേക്കും ഇത്തരം വലിയ മെഗാ ചെലവിലേക്കും ഒക്കെ കാര്യങ്ങൾ കൊണ്ടുപോകുമോ എന്ന ആശങ്ക റിയലായിട്ടൊരു ഭാഗത്തുണ്ട്. 2020 കെട്ടിക്കിടക്കുന്ന അരി ഈ പറയുന്ന എഥനോളും മറ്റ് സംഗതികളൊക്കെ ആക്കി മാറ്റാൻ കേന്ദ്ര സർക്കാർ ഒരു നീക്കം നടത്തിയിരുന്നു. അന്ന് ഇടതുപക്ഷ കക്ഷികളും കോൺഗ്രസും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റ് പ്രധാനപ്പെട്ട ബുദ്ധിജീവികൾക്ക് അതിനെ വലിയ തോതിൽ എതിർത്തു. നമ്മളിപ്പോൾ സെർച്ച് ചെയ്താൽ പോലും ഗൂഗിളിൽ അവരുടെ എതിർപ്പ് കാണാം. അവർ പറഞ്ഞതെന്താ വെച്ചാൽ ഈ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ കെട്ടിക്കിടക്കുന്ന അരി യഥാർത്ഥത്തിൽ ഇങ്ങനെ മോശമായി പോകാതെ അത് പാവപ്പെട്ട മനുഷ്യർക്ക് വിതരണം ചെയ്താൽ മതി. ഭക്ഷണം കഴിക്കാതെ എത്രയോ മനുഷ്യരിവിടെയുണ്ട്. ആ ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് പകരം അതെടുത്തിട്ട് എഥനോൾ ഉണ്ടാക്കിയേക്കാം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മുൻഗണനാക്രമത്തിലെ വളരെ കാര്യമായിട്ടുള്ള ഫ്ലോ ആണ്, കുഴപ്പമാണ്. അതങ്ങനെ ചെയ്യരുത് എന്ന് അതിശക്തമായിട്ട് എഴുതപ്പെട്ട രേഖകളിലൂടെ പ്രധാനമായിട്ടും ഇടത് പാർട്ടികളാണ് അവർ നിഷേധിച്ചതും എതിർത്തതും നമ്മൾ അവിടെ കാണാം. അപ്പോൾ ഇത് സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് വാഹനങ്ങൾ ഓടിക്കാനും പിന്നെ നമ്മുടെ രാജ്യത്തിന് പുറത്തുനിന്ന് പെട്രോൾ കൊണ്ടുവരുന്നതിലെ ചെലവൊഴിവാക്കാനുമായിട്ട് നമ്മുടെ യഥാർത്ഥത്തിൽ ഭക്ഷ്യവസ്തുക്കൾ തന്നെ ആവശ്യമായിരിക്കുന്ന ജനങ്ങൾ പട്ടിണി കിടക്കെ ഉപയോഗിക്കുന്നത് ശരിയായിരിക്കുമോ എന്ന ചോദ്യം ചോദിച്ചാൽ ഒരുപക്ഷെ ആളുകൾ പരിഹസിക്കുമായിരിക്കും. ഇതാണോ ഇപ്പോൾ ചോദിക്കേണ്ടത് എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ റിയൽ ക്വസ്റ്റ്യനാണ്. ആ റിയൽ ക്വസ്റ്റ്യൻ എല്ലായിടത്തും കാണാം.